എന്ന് പറഞ്ഞാ ഞങ്ങളുടെ അവിടെയൊക്കെ മംഗലശ്ശേരി നീളുണ്ടെന്ന നാടുന്ന പ്രസിദ്ധി. അതിപ്പോ ചില ദുർമാർഗികളുടെ പേരിൽ അറിയപ്പെടാനാ ചില നാടിന്റെ യോഗം. കായംകുളത്ത് രാജാവും കൊട്ടാരവും ഒക്കെ ഉണ്ടെങ്കിലും കൊച്ചുണ്ണി എന്ന് പറയുന്ന കള്ളന്റെ പേരിലല്ലേ പ്രസിദ്ധി? അതെ അതെ. അല്ല, ഈ നീലകണ്ഠൻ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ? തറവാട് കുളം തോണ്ടിട്ട് അടങ്ങുന്ന പറമ്പും പാടവും മറ്റുള്ള ഈ ദർബാരടിയെ അതിനൊരു അവസാനം ഉണ്ടാവൂലോ? കഴിഞ്ഞ ആഴ്ച വയലാളിക്കാവിലെ പൂരത്തൊന്നും തല്ലുണ്ടാക്കിയത്രേ. 16 ആളോട് ഒറ്റയ്ക്കും തല്ലിന്നാ കണ്ടോര് പറഞ്ഞത്. പിന്നെ ആരാ ഇത് തച്ചുള്ളി ഉദയനോ? 16 ആളോടെ ഈ പറയുന്ന നീലാണ്ടനും വാലാത്തമാരും കഴിഞ്ഞ വീണ മുണ്ടക്കമ്പലത്തിൽ വന്നിരുന്നല്ലോ. എന്നിട്ട് എന്തായി? മുണ്ടക്കലെ ചോറ് തിന്ന ആളായതുകൊണ്ട് പറയണതല്ല. മുണ്ടക്കലെ കുഞ്ഞീഷൻ നമ്പിയാരുടെയും അനന്തരവൻ ശേഖരന്റെയും പേര് കേട്ടാൽ നീലാണ്ടന് മുട്ടിടിക്കും. ഇന്നിപ്പോ മുണ്ടക്കൽ ഉത്സവമായിട്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് കരുതാ അല്ലേ? ഇത്തവണ അമ്പലത്തിന്റെ 1 മൈൽ ചുറ്റളവിൽ നീലാണ്ടനെ അടുപ്പിക്കില്ല എന്നാ ശേഖരന്റെ ഓർഡർ. വന്ന ചതയ്ക്കില്ലേ കുട്ടികള്, നല്ല ഇഞ്ച ചതയ്ക്കണ പോലെ. നായരെ, ആ കരയിലാരാന്ന് നോക്കി. ആരാണോ? നിങ്ങക്ക് മനസ്സിലായില്ലേ? വലത്ത് നിന്ന് ആദ്യം ഭരതൻ, തൊട്ടടുത്ത് നിൽക്കുന്നത് കുഞ്ഞനന്ദൻ, ജീപ്പിന്റെ മേളിൽ കയറിയിരിക്കുന്നത് കുറുപ്പ്, തൊട്ടപ്പുറത്ത് ചാരി നിൽക്കുന്നത് ഹൈദ്രു. 4 കുപ്പിക്കണ്ടങ്ങളാ മംഗലശ്ശേരി നീലകണ്ഠന്റെ പട്ടാളം. ഇവരെന്തിനാ ഇവിടെ വന്ന് നോക്കണം? ചങ്ങരപ്പള്ളി ശ്രീകണ്ഠ പൊതുവാളല്ലേ? അതെ. ഒന്നിങ്ങ വരിക, ഒരു കാര്യം പറയാനുണ്ട്. എന്താ നായരെ? ഒന്നുമില്ല. അതെന്താ ഒന്നുമില്ലാണ്ടായിപ്പോയി? പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പറയായിരുന്നു. മംഗലശ്ശേരി നീലാണ്ടനെ ഉത്സവപ്പറമ്പിൽ കേറ്റില്ലാന്ന് തന്റെ ശേഖരം പറഞ്ഞു കേട്ടു. ഓ, അങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറയോ? അങ്ങനെ പറഞ്ഞാലും നിനക്ക് എന്താ നേരെ തൂറാമുട്ടുണ്ടോ? എന്നാ വിട്ടോളി. അല്ല, ഈ പഞ്ചവാദ്യക്കാര് അവരെയും കൊണ്ടേ ഞങ്ങൾ പോവും. നിർബന്ധമില്ല. അവര് വന്നുപോയ സ്ഥിതിക്ക് വേണമെച്ചാൽ അവരെ കൊണ്ടൊന്ന് കൊട്ടിച്ച് നമുക്കൊക്കെ ഒന്ന് കേട്ട് സുഖല്ലേ? നമുക്ക് പഞ്ചവാദ്യം എന്ന് പറഞ്ഞാൽ ഈ പഞ്ചവാദ്യം സുഭദ്രാമേ, എല്ലാം കേമമായിട്ടില്ലേ? ഓ, കേമായിരിക്കുന്നു. ഇത്രയും ആളുകൂടി ഒരു ഉത്സവം ഓർമ്മയിൽ ആദ്യമായിട്ടാ. മുണ്ടക്കൽ തറവാട്ടുകാർ നേരിട്ട് നടത്തുന്നതിന്റെ പവറാ. ഗാനമേലെ നാടകം കഴിച്ചിട്ടല്ലേ പോവും. അയ്യോ, ഉറക്കളിക്കാൻ വയ്യ. ശ്രീകണ്ഠ പൊതുവാളുടെ പഞ്ചവാദ്യം കേട്ടാ ഞാനിങ്ങോട്ട് പോവും. അത്താഴം ഒരുക്കിക്കൊള്ളൂ, ഞാനങ്ങോട്ടെത്താം.
കേമം എന്ന് വെച്ചാ ബഹുകേമം. ഇനി വാ. ഇയാളെ ഒന്ന് ശ്രദ്ധിച്ചോളൂ പൊതുവാളെ. ഗുരുവിനെ വെട്ടുന്ന വിത്ത. വിരല് മുറിച്ച് ദക്ഷിണായി വാങ്ങേണ്ട തരാ. എന്താ ആരുടെ മുഖത്തൊരു തെളിച്ചയില്ലായ്മ? മുണ്ടക്കിലെ അമ്പലത്തിൽ കൊട്ടാൻ വരുമ്പോ ഇങ്ങനെ ഒരു ചുറ്റിക്കളി ഉണ്ടാവുന്ന കരുതിയില്ലല്ലേ? സത്യം പറഞ്ഞ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ഒന്ന് പരിചയപ്പെടാൻ കഴിഞ്ഞത്. കേട്ട കഥകളെല്ലാം വഷളായിരുന്നു അല്ലേ? പോക്കിരി, താന്തോന്നി, ധൂർത്തൻ, പെണ്ണുപിടിയൻ, അങ്ങനെ വിശേഷപ്പട്ടങ്ങൾ ഏറെയുണ്ട്. കീഴടങ്ങിയിട്ടുള്ളത് നല്ല കലാകാരന്മാരുടെ മുന്നിലേ ഉള്ളൂ. പിന്നെ ഇഷ്ടം നല്ല ചട്ടമ്പികളെയാ. ഈ പറഞ്ഞ 2 വർഗമായിട്ടേ ചങ്ങാത്തേ ഉള്ളൂ. വരെ മനപ്രയാസം ഇല്ലാന്ന് കരുതുന്നു. സന്തോഷായി, വലിയ സന്തോഷായി. അപ്പോ ഇന്നിവിടെ കഴിഞ്ഞ് കാലത്തല്ലേ പുറപ്പെടുന്നുള്ളൂ. സേവ ഉണ്ടെങ്കിലാവാം. നല്ല നാടൻ വാറ്റും കരിക്കും നല്ലൊരു ഊണും. അതാ എന്റെ ഒരു രീതി. അലോഹ്യം തോന്നരുത്, പിന്നീടാവാം. എന്നിട്ട് ചില്ലറ. ഓ ആയിക്കോളൂ, എന്നും വരാം. പഠിപ്പുര അടയ്ക്കാറില്ല ഏത് പാതിരാത്രിയിലും. വരെ എന്നാ ഇവരെ കടത്തവരാക്കിട്ട് പോകുന്നുള്ളൂ. അവരെ ആരെയും കണ്ടില്ലല്ലോ. അമ്പലപ്പറമ്പിൽ എന്തൊക്കെ പുകിലാണാവുക ഉണ്ടാക്കിയിട്ടുണ്ടാവുക. തലയിരിഞ്ഞവന്മാര് 4 പേരും. അവരുടെ തടി അവര് നോക്കിക്കോളും. നിങ്ങൾ പറഞ്ഞ കാര്യം ചെയ്യാ. ശരി. എന്തൊരു അറിവുള്ള മനുഷ്യൻ, എന്ത് ധർമ്മിഷ്ഠൻ. തറവാടിത്തം കാട്ടാണ്ടിരിക്കുമോ? മംഗലശീലത്തേതല്ലേ? കൈ നിറയെ വാങ്ങിക്കൊണ്ടുപോയി നക്കിയ ചെറ്റകൾ തന്നെയാ പറഞ്ഞു നാറ്റിച്ചതും നാണം കെടുത്തിയതും. പറഞ്ഞ ഏറിപ്പോവും. മംഗലശ്ശേരിയിലെ മുറ്റത്ത് കൊട്ടാനാണ് അതൊക്കെ പറത്തുന്നത്. അയ്യോ അയ്യോ, എനിക്ക് പ്രയാസമില്ല, ഒട്ടും പ്രയാസമില്ല. കിട്ടേണ്ടത് തന്നെയാ കിട്ടിയത്. മുണ്ടക്കൽ അമ്മ തന്നതാ. ഉത്സവം കോലാക്കിയില്ലേ, അതിനുള്ള ശിക്ഷയാ. ഒന്ന് പതുക്കെ പിടിക്കണോ. മോന്റെ പ്രായമുള്ള ഒരു മനുഷ്യന്റെ കയ്യാളായി നിന്ന് ഇക്കണ്ട എടാകൂടൊക്കെ ഉണ്ടാക്കണതിന് പരോക്ഷ സഹായം ചെയ്യല്ലേ. മതിയായി മതിയായി എന്റെ പൊന്നു നീല. നേരം വെളുത്തിട്ട് ഞാൻ പോയിക്കോളാം. നേരം വെളുക്കാൻ കാക്കണ്ട, രാത്രി തന്നെ ചെല്ലേ. കുറെ നേരമായി താൻ. ഇനിയുള്ള കാലം വല്ല ക്ഷേത്രനടയിലും പോയി നാമം ജപിച്ച് തീർക്കാന്ന് കരുതിയിട്ടാ. ചട്ടമ്പികളുടെ കയ്യിൽ നിന്ന് തല്ലുകൊണ്ട് ചാവാൻ വയ്യ. എന്താ വേണ്ടെന്ന് വെച്ചാ നീലം പറയാ. അതെ, നന്നായിട്ടുണ്ട്. രാത്രി തന്നെ പണം നയിക്കാനാ. നടക്കട്ടെ നടക്കട്ടെ. ഭാര്യയുടെ ദേഹത്ത് കൈവയ്ക്കാന്ന് പറഞ്ഞാൽ അത് എന്നെ തല്ലുന്നതിനേക്കാൾ എനിക്ക് നോവും. ശരീരത്തിനല്ല, മനസ്സിന്. കുഞ്ഞീഷൻ നമ്പ്യാർ അനന്തര ശേഖരണം നല്ലവണ്ണം വായിക്കും. പിടയ്ക്കാൻ തുടങ്ങിയ 2ന്റെ ദേഹത്ത് ചോര ഒരുപാട് പൊടിയും. നീല, തൽക്കാലം നമുക്കങ്ങ് വിട്ടേക്കാം. ഉത്സവം കലങ്ങിയ തന്നെ മതി കുറെ കാലത്തേക്കുള്ള ക്ഷീണത്തിന്. ഗംഗാതരംഗരമണീയ ജടാകലാപം ഗൗരീ നിരന്തര വിഭൂഷിത വാമഭാഗം നാരായണ പ്രിയമനംഗ മദാപഹാരം വാരാണസീപുരപതിം ഭജ വിശ്വനാഥം. ഞാൻ പറയായിരുന്നു, ആ ശബ്ദം അച്ഛന്റെ തന്നെ. ഇംഗ്ലണ്ടിൽ പോയി നിയമം പഠിച്ചു വന്ന് വിറപ്പിച്ച സിംഹം അല്ലായിരുന്നു. ജില്ലാ ജഡ്ജിയായി പെൻഷൻ പറ്റിയ ആള്. എല്ലാ ഐശ്വര്യവും ഏലക്കരദേവൻ കൊടുത്താന്നാ പറയാ. ഈ ഭൂമി മലയാളത്തിൽ എവിടെ ചെന്നാലും ഏലക്കരക്കാർക്ക് നെഞ്ചുയർത്തി പറയാറുന്നു ഞാൻ മാധവന്റെ നാട്ടുകാരനാണെന്ന്. ഇന്ന് നീലകണ്ഠന്റെ നാട്ടുകാരനാന്ന് പറഞ്ഞ ആട്ടും ചിലപ്പോ നല്ല തല്ലും കിട്ടിയെന്ന് വരും അല്ലേ? ഈ പാട്ടുപുര ഇങ്ങനെ കിടക്കണത് വളരെ സങ്കടമുള്ളൊരു കാര്യമാണ്. സത്യത്തിൽ ഇത് പറയാനാ ഞങ്ങളിവിടെ കാത്തു നിന്നത്. കുട്ടിയുടെ അച്ഛന്റെ കാലത്ത് എത്രയെത്ര മഹാന്മാരോട് വന്നു പോയിട്ടുള്ളതാ. എല്ലാ മാസവും പാട്ടും നൃത്തവും കഥകളിയൊക്കെ ആയിട്ട്. ഏലക്കര ശിവക്ഷേത്രത്തിലെ പാട്ടുപുര അത്രയ്ക്ക് പ്രസിദ്ധമായിരുന്നു. ഇതൊന്ന് നേരെയാക്കി എടുക്കാൻ അമ്പല കമ്മിറ്റിക്കാര് വിചാരിച്ച കൂട്ടിയാ കൂടില്ല. നീലം തന്നെ ചെയ്യാം.
വാരായിട്ട് ആലോചിച്ച് ഉടനെ വേണ്ട ചെയ്യാം. പിന്നെ അമ്മ പാടിയിട്ടുണ്ട് ഇവിടെ. കച്ചേരിന്ന് കേട്ടപ്പോ ഒഴിയാൻ ഒരുപാട് നോക്കി. അച്ഛൻ വിട്ടില്ല. അന്ന് കൊച്ചു കുട്ടിയാ. അമ്മയെ പോയി കാണാറില്ല അല്ലേ? മംഗലശ്ശേരിക്ക് വരില്ല എന്ന് വായിച്ചു തന്നെയാ. ജീവിതത്തിൽ അവര് തല കുനിച്ചു നിന്നിട്ടുള്ളത് അവരുടെ ഭർത്താവ് മംഗലശ്ശേരി മാധവമേനോന്റെ മുന്നിൽ മാത്രം എന്ന് കരുതി മൂപ്പരുടെ തൃപ്പുത്രന്റെ താളത്തിനൊത്ത് തുള്ളാൻ അവരെ കിട്ടുമെന്ന് കരുതണ്ട. വേണ്ട. പക്ഷെ മംഗലശ്ശേരി മാധവമേനോന്റെ തൃപ്പുത്രനും ഉണ്ട് ചില വാശികളൊക്കെ. ഇത്രയും കാലമായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ ഇനി ഞാൻ പോയി വിളിക്കുന്ന ആരും കരുതണ്ട. വരില്ല. ഇത്തിരി വേദനിച്ചിട്ടാണ് സ്വന്തം വീട്ടിലേക്ക് ഇറങ്ങിപ്പോയത്. എന്ത് വേദനിച്ചു താനീ പറയണേ? ഞാൻ വിസ്തരിക്കണോ? താൻ ഛർദിക്കേ. കള്ളുകുടിയും പെണ്ണുപിടുത്തവും പിന്നെ നാടൊട്ടുക്ക് ചട്ടമ്പിത്തരവും അങ്ങനെ നടക്കുമ്പോ പല കുറി വിളിച്ചുപദേശിച്ചില്ലേ? നിർത്തിയോ? ഒടുക്ക ഇവിടത്തെ പത്തായപ്പുരയില് കണ്ടമാനം നടക്കുന്ന പെണ്ണുങ്ങളെ രാത്രി കൊണ്ടുവന്ന് കേറ്റാൻ തുടങ്ങിയില്ലേ? ചന്ദ്രാലയം സുഭദ്രാമ എന്നൊരു അറുവാണി ഞാൻ പറയണില്ല. എന്നെ നീലകണ്ണ കല്യാണം കഴിക്കാൻ പോണെന്ന് നാടൊട്ടുക്കെ പറഞ്ഞ് നാറ്റിച്ചില്ലേ? അത്രയായപ്പോഴല്ലേ അമ്മ പടി ഇറങ്ങിപ്പോയത്. അതെ, എല്ലാം ശരിയാണ്. പക്ഷെ പറയുമ്പോ എല്ലാം പറയണം. അന്ന് അമ്മ ഇറങ്ങിപ്പോയതിന്റെ അന്ന് തൊട്ട് നിർത്തിയില്ലേ എല്ലാം. പിന്നെ താൻ കണ്ടിട്ടുണ്ടോ പെണ്ണുങ്ങളുമായിട്ടുള്ള ഇടപാട്? ഈ പറയണ സുഭദ്ര വർണ്ണ വഴിക്കെതിരെ പോലും ഞാൻ പോയിട്ടുണ്ടോ? ഉണ്ടോണോ? എന്താ തന്റെ നാക്കിറങ്ങിപ്പോയോ? നാക്കല്ല, ഈ ഉടൻ ഒന്നായിട്ട് അങ്ങ് പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോണേന്നാ ഇപ്പൊ എന്റെ പ്രാർത്ഥന. അതൊരു ദിവസം ഞാൻ തന്നെ ചവിട്ടി താഴ്ത്തും. ഓ നീല, തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളതല്ല, ഒന്ന് പോയി കാണണം. നല്ല സുഖമില്ലാതെ കിടപ്പിലാണെന്നല്ലേ കേട്ടത്? സുഖമില്ലെങ്കിൽ അവിടെ ആംഗ്ലമാര് തമ്പുരാക്കന്മാരുണ്ടല്ലോ നോക്കാൻ, ഏഭ്യന്മാര്. അവറ്റയുടെ മുഖം കാണുമ്പോ തുടങ്ങും എനിക്ക് പേര് വരില്ലെന്ന് അങ്ങോട്ട് അടിച്ചു കയറാൻ. അമ്പിനും ബില്ലിനും അടുക്കില്ല എന്ന് പറഞ്ഞ ഞാൻ എന്താ ചെയ്യാ? താനൊന്നും ചെയ്യണ്ട. പറയണത് അങ്ങോട്ട് കേട്ടാ മതി. എനിക്ക് കുറച്ച് കാശ് വേണമല്ലോ. ഇത്തിരി താമസം ഉണ്ടല്ലോ. മഷി ഉണങ്ങാൻ വടക്കേപ്പുറത്ത് വെയിലത്തിട്ടിരിക്കുക. ഈയിടെ ആയിട്ട് തന്റെ ഹ്യൂമർ സെൻസ് ഇത്തിരി മെച്ചപ്പെട്ടിട്ടുണ്ട്. താങ്ക് യു. ഒന്ന് പറഞ്ഞിട്ട് പോന്നീല. പാട്ടുപേരുടെ പണി എന്ന് പറയുമ്പോ ആശാരിമാരെ ഏൽപ്പിക്കണ്ടേ? അടിയോടിയുമായി ആലോചിച്ച് വേണ്ട ചെയ്യൂ. താൻ ഏതെങ്കിലും മരങ്ങോടൻ ആശാരിയെ വിളിച്ചേൽപ്പിച്ചാൽ ശരിയാവില്ല. കുളിമുറി ഉണ്ടാക്കുകയല്ല. ഉവ്വ്. അപ്പൊ ബഡ്ജറ്റ് എങ്ങനെയാ? ബാങ്കിലൊന്നുമില്ല. അതാ ഞാൻ മലയാളത്തിൽ തന്നോട് പറഞ്ഞത്. ആ മടിച്ചേരിയിലെ വസ്തു നമുക്ക് വിൽക്കാന്ന്. താനെന്താ നോക്കണേ? വാലിയുടെ 6 അടി പോരെ നീലെന്നെ നല്ല സുഖമായിട്ട് നീണ്ടു നിവർന്ന് കിടക്കാൻ? ബാക്കി മുഴുവൻ നമുക്ക് വിറ്റ് തുലയ്ക്കാവണോ? ഡീസൽ അടിച്ചോ? എങ്ങോട്ടാണാവോ? ഓ, ഞാനിന്ന് വെസ്റ്റ് ജർമ്മനി വരെ പോവാ. ഇയാള് വരുന്നോ? എന്റെ സേവരെ നോക്കിക്കൊള്ളണേ. മരിമഴകൾ നനഞ്ചേ, ചെറുവയലുകളൊക്കെ നനഞ്ചേ, മരിമഴകൾ നനഞ്ചേ, ചെറുവയലുകളൊക്കെ നനഞ്ചേ, കുട്ടിയൊരുക്കി പറഞ്ഞേ, ചെറുഞാറുകൾ കെട്ടിയെറിഞ്ചേ. തഞ്ചാവൂർ ഇപ്പൊ ചൂടെങ്ങനെ? ഓ, ഇപ്പൊ ശീലായിപ്പോയി. വർഷം 5 ആയില്ലേ? ഇവിടെയും വേനൽ കഠിനം തന്നെ. ദാ കണ്ടില്ലേ? ശാരദ എഴുതിയത് ശരി തന്നെയാ. അച്ഛനിപ്പോ കാലത്ത് തൊട്ടേ ഉണ്ടല്ലേ? അതിപ്പോ അങ്ങനെ പതിവായിട്ടൊന്നുമില്ല. ഓരോ മനപ്രയാസങ്ങൾ വന്നു കേറുമ്പോ. ഉവ്വ്. മനപ്രയാസത്തിന് കള്ളു വലിച്ചു കയറ്റിയാ മതിയല്ലോ. ആ പിന്നെ അച്ഛാ, കലാമണ്ഡലത്തിൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ലക്ഷ്മിക്കുട്ടിയില്ലേ, പട്ടാമ്പിക്കാരി. അവളുടെ അമ്മാവൻ രാഷ്ട്രീയത്തിൽ നല്ല പിടിപാടുള്ള ആളാത്രേ. മൂപ്പരുടെ പരിചയത്തില് കലാമണ്ഡലത്തിൽ ഒരു ടീച്ചറുടെ പോസ്റ്റ് ശരിയാക്കാനാവുന്ന അവൾ എഴുതിയിരുന്നു. നിക്കട്ടെ, ആകെയുള്ള 10 സെന്റ് പോലും പണയപ്പെടുത്തി നിന്നെ ഞാൻ ഇത്രയും പഠിപ്പിച്ചത് ഒരു ഉദ്യോഗക്കാരിയാക്കാൻ ആയിരുന്നില്ലല്ലോ.
എന്നാ പിന്നെ TTCക്ക് അയക്കായിരുന്നില്ലേ? ഒരു ജോലി എന്നൊക്കെ പറഞ്ഞ് എവിടെങ്കിലും കയറി കൂടിയാ അതോടെ കല തീർന്നു എന്ന് കരുതിയാ മതി. ഇനിയും പഠിക്കണം വെച്ചാൽ അതാ വേണ്ടത്. എന്നിട്ട് വലിയൊരു നർത്തകിയാവുക. അച്ഛന്റെ മാത്രമല്ല, മരിച്ചുപോയ നിന്റെ അമ്മയുടെയും സ്വപ്ന അത്. എന്താ ബാനു, അറിയോ ലീലടുത്തിന്റെ അങ്ങനെ ചോദിക്കുന്നത്? അല്ല, വലിയ പഠിപ്പൊക്കെ കഴിഞ്ഞ ആളല്ലേ എന്ന് കരുതി സ്വന്തം ബന്ധമൊക്കെ മറക്കുവോ? ഭാനു ആളങ്ങ മാറിട്ടോ. നേരം കിട്ടിയാ ഒന്ന് അങ്ങോട്ടൊക്കെ ഇറങ്ങോ? വരാലോ. എന്നാ പോവാം വാസുട്ടാ. ലീലടുത്തിയുടെ നാക്കിന് ഒരു മാറ്റവും ഇല്ല. അസത്ത അതെ വഷളൻ. കണ്ണഞ്ചേരി പറമ്പിലെ കുറേത്ത് തേങ്ങ പോയി. ഇനി അടുത്ത കളിക്ക് ഇപ്പൊ എന്താ? പുഴവക്കത്തെ പറമ്പില് 1000 ഉറുപ്പിയുടെ ഇഞ്ചി ഉണ്ട്. ഇഞ്ചിയെങ്കി ഇഞ്ചി. അവൻ ഇങ്ങോട്ടേക്ക് വന്നില്ലേടാ ആ നീലകണ്ഠൻ. എന്റെ ശേഖരനെ ആൾക്കാർ വട്ടം പിടിച്ച് നിർത്തിയിട്ടാ. ഇല്ലെങ്കിൽ ഇന്നലെ തന്നെ തീർന്നേനെ ഇവന്റെ കഥ. ഇവൻ മൂർഖനാണെങ്കിൽ അത് രാജ വെമ്പാലയാ. ചെവിക്ക് നുള്ളിക്കോളാൻ പറയാ അവനോട്. അപ്പൊ നീ ഇവിടെയൊക്കെ ഉണ്ടല്ലേടാ? അതെടാ പട്ടി. എന്ത് പറഞ്ഞടാ? പട്ടി കേട്ടില്ലേ? വേണ്ടതില്ല. എന്റെ കൈ ധരിച്ചിട്ട് പാടില്ല. വിടാൻ. അവന് വിടടാ. അവന് തരിപ്പ് ഞാൻ തീർക്കാം. നീല, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വെറുതെ ആളെ തല്ലി കൈ നാറ്റണ്ട. നിങ്ങളൊന്ന് അടങ്ങി എന്നെ വഴി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഒഴിച്ചു കൊടുക്ക്. എന്നിട്ട് ചെവിയിൽ ഓതിട്ട് പ്രാന്തെടുപ്പിക്ക്. നീല, എന്നാ ഈ നാളികേരവും വിളഞ്ഞ പാടവും പണയം വെച്ചുള്ള ചീട്ടുകളി തുടങ്ങിയേ? ചോദിച്ചത് കേട്ടില്ലേ? കയ്യില് തൽക്കാലം കാശില്ലെങ്കിൽ അങ്ങനെയും കളിക്കാം. എന്ത് കളി വേണമെങ്കിലും കളിച്ചോളൂ. എന്നെ കൊണ്ട് ഇനി ഈ പണിയെടുക്കാൻ വയ്യ. തണ്ടാമാരെയും കൂട്ടി നാളേരെ ഇടിക്കാൻ പോയിട്ട് നാണം കെട്ട് വരിക. ആ കാശ് ചോദിക്കുമ്പോ തരണം. ഇല്ലെങ്കിൽ ഇങ്ങനൊക്കെ ഉണ്ടാവും. ഞാൻ തോറ്റെന്റെ തേവരെ. എന്നെ ഇനി എന്നാണാവോ പണയം വെക്കാൻ പോണേ? തന്നെ പണയത്തിന് ആരെടുക്കൂടോ? പരട്ട വാരരെ. ഇളിക്കണ്ട വാനരന്മാരെ. നട്ടപ്രാന്ത് പിടിച്ച് നിൽക്കാൻ ഞാൻ. അവരെത്തിയല്ലോ. ഇതേതാ ഈ പുതിയ അവതാരം? വാരരെ അകത്തേക്ക് പോവാ. ആ പോവാ. ചാക്കോ, കല്ലൻ ചാക്കോന്നാ വിളിക്കുക. എല്ലാം പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രാലയത്തില് നമ്മുടെ സുഭദ്രാമ്മയുടെ രാത്രി ഒരു വരവുണ്ട് നമ്പ്യാർക്ക്. അവിടുന്ന് പോണ വഴിക്ക് പൂശാന്നാ. ഇയാള് തനിച്ച് മതിയാ? ആളിനെ കാട്ടി തന്നാ മതി. പിന്നെ മുതലാളി പറയണ പോലെ കയ്യാ കാലോ എന്താ കൊണ്ട് എടുക്കാം. വേണ്ട, താൻ അബദ്ധമൊന്നും കാണിക്കണ്ട. 2 പൊട്ടിച്ചാ മാത്രം മതി. മനസ്സിലായില്ലേ? നേരിട്ട് പിടയ്ക്കാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, അതാ ശീലവും. അതിനുള്ള യോഗ്യത ആ നാറയ്ക്കില്ല. അതുകൊണ്ടാ. പെടാന്ന് പറയുമ്പോ അത്ര മയത്തിലാക്കണ്ട. അതിന്റെ ചൂട് കുറച്ചു ദിവസം നിൽക്കണം. പറഞ്ഞത് എനിക്ക് മനസ്സിലായല്ലോ. കുത്തും മുറിയൊന്നും വേണ്ട. അച്ഛൻ എന്നും ഇങ്ങനെയാ? വൈകുവോ? ആ, ചില ദിവസം വന്നില്ലാന്നും വരും. കൂടുതലകത്ത് ചെന്നാ പിന്നെ എത്ര അടുത്ത് കിടന്നൊന്നും വരും. ഈ അടുത്ത ഇത്രയും കൂടിയതല്ലേ? അർബൻ ബാങ്കിൽ നിന്ന് നോട്ടീസ് 3 തവണ വന്നിരുന്നു. ഇനി ജപ്തി ചെയ്ത് ഒഴിപ്പിക്കുന്നൊക്കെ മാനാട്ടക്കിടാവ് പറയണ കേട്ടു. അച്ഛൻ ഇനി കടം ചോദിക്കാനായി ബാക്കി ഏഴിലക്കരയിലെ ശിവനും മുണ്ടയ്ക്കലെ ഭഗവതി മാത്രമേ ഉള്ളൂ. കൊളപ്പുറത്തുകാരെ സഹായിക്കില്ല അല്ലേ? നല്ല കഥയെ. ബന്ധുക്കളാന്ന് പറഞ്ഞിട്ട് എന്താ ബാനേച്ചി? ഇത്ര നാറികള് ഈ ദേശത്തില്ല. രണ്ടും കണക്കാ. ലീലയെടുത്തിയും വാസുവേട്ടനും. അയാളുടെ ചില നോട്ടവും മൂളലൊക്കെ കാണുമ്പോ ചൂലെടുക്കാൻ തോന്നും. പറയുമ്പോ അമ്മയുടെ ബന്ധത്തിൽ ആകെയുള്ളത് അവര് മാത്ര. വരുന്ന വഴിക്ക് കണ്ടിരുന്നു.
മുണ്ടയ്ക്കലെ കുഞ്ഞികൃഷ്ണൻ നമ്പ്യാരാവും. സുഭദ്രാമ്മയുടെ ഇപ്പോഴത്തെ ആളാ. നിനക്ക് സകല ന്യൂസും കിട്ടുന്നുണ്ടല്ലോടി. കൊളക്കടവിലെ ന്യൂസ് സർവീസ് എന്നാ. ഇതെന്താ എന്റെ അപ്പനെ, ഈ മുഖം ഒന്ന് തെളിഞ്ഞു കാണാൻ ഞാൻ ചെയ്യേണ്ടത്? നീലകണ്ഠൻ എനിക്കങ്ങോട്ട് മറക്കാൻ പറ്റുന്നില്ല. ഇതങ്ങ് അവസാനിപ്പിച്ചൂടെ? പുണ്ണിക്കുത്തി വലുതാക്കിയ പിന്നെ അവിടെ വെച്ച് മുറിച്ചു കളയും. ഞാൻ അതിനും മടിക്കില്ല. ഒട്ടും മോശമല്ല നീലകണ്ഠനും, അറിയാലോ. ഉവ്വ്, അവന്റെ കഴിവ് മറ്റാരേക്കാളും കൂടുതൽ നിനക്കല്ലേ അറിയാ. എടീ, പുഴുത്ത പട്ടിയെ പോലെ ആട്ടിപ്പായിച്ചപ്പോ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. ഓർമ്മ വേണമത്. ഒന്നും മറന്നിട്ടില്ല. പക്ഷേ ഞാനൊരുത്തി കാരണമല്ലേ നീലന്റെ അമ്മ വീട് വിട്ടിറങ്ങിപ്പോയത്. വേണ്ട, കൂടുതൽ പുറകോട്ട് പോകണ്ട. അല്ലെങ്കിലും നിനക്കിപ്പോഴും കൂടെ അവനോടാണെന്ന് എനിക്കറിയാം. ഇതപ്പൊ നന്നായത്. അപ്പോഴേക്കും പിണങ്ങിയോ? നീ കണ്ടോടി, ചിലതൊക്കെ അടുത്തു തന്നെ നടക്കും. അയ്യോ, എന്താ ഇത്? കൃഷ്ണ, ബാബു, ഓടി വാടാ, ഓടി വാ. ബാബു, കൃഷ്ണ, ഓടി വാ. എന്നെ കൊണ്ടിട്ടാ. ഭാനുവച്ചി, അയ്യോ, പിടിയടാ അവിടെ, പിടിയടാ. അടിയടാ. എന്തത്? ആരെ തല്ലണേ? കുഞ്ഞീഷ്ണൻ നമ്പ്യാരും ആൾക്കാരുവാ. ഇവിടെങ്ങും കണ്ടിട്ടുള്ള ആളല്ല തല്ലുകൊള്ളണത്. പറയടാ നായിന്റെ മോനെ, ആരാണ് അതിനെ അയച്ചത്? ഇനിനെ തല്ലരുത്, തല്ലരുത്, കൊന്നോളാം ഞാൻ. വേണ്ട മോളെ, മോള് വാ. വേണ്ട മോളെ, അവനൊന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. മരിച്ചു എന്ന് ഉറപ്പാണോ? ആരെങ്കിലും ഒന്ന് വാ തുറക്കാൻ. 2-3 കുത്തുണ്ട്, ഇപ്പൊ തീർന്നിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞിരുന്നതല്ലേ തന്നോട് അബദ്ധം കാണിക്കരുതെന്ന്. നിവർത്തിയില്ലഞ്ഞിട്ടാ. കുത്തിയില്ലായിരുന്നെങ്കിൽ അവരെന്നെ കൊന്നന്. നീലകണ്ഠൻ തല്ലിയിട്ടുണ്ട്. വെളിച്ചത്തില് നേർക്ക് നേരെ നിന്നിട്ട് ഇരുട്ടടി അടിക്കാൻ ആളെ വിടേണ്ടി വന്നിട്ടില്ല ഇതുവരെ. ഇത് നിങ്ങൾ 4 എരപ്പന്മാരുടെ വാക്ക് കേട്ടതിന്റെ ഫലമാ. മംഗലശ്ശേരി മാധവ മേനോന്റെ മകൻ തെമ്മാടിയാണെന്നുള്ള നേരാ ഇപ്പൊ കൊലപാതകയാക്കി. രാത്രിയും പകലും കൂടെ നടക്കണം 4 ചേർന്ന്. നീല, നടക്കേണ്ടത് നടന്നു. ഇനി വൈകാതെ ഇവനെ എവിടെയെങ്കിലും ഒളിപ്പിക്കാൻ നോക്ക്. അതാ ബുദ്ധി. ആള് തെക്കനാന്നാ കേൾവി. സെൻട്രൽ ജയിലിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുള്ളൂ അത്രേ. ഇനിയിപ്പൊ അകത്തായാൽ തന്നെ കൂടിയ 2-2.5 കൊല്ലം. ഇവർക്കൊക്കെ വലിയ പിടിപാട് കാണില്ലേ മോളില്. പോലീസ് വടക്കോട്ടും തെക്കോട്ടും പറക്കണുണ്ട്. എങ്ങനെ പറഞ്ഞിട്ട് എന്താ രാവണിയാര്? നീലകണ്ഠ പൈസ വാരി എറിയല്ലേ. സ്വന്തം അമ്മാവനെ കൊന്ന സ്ഥിതിക്ക് ശേഖരൻ കയ്യും കെട്ടിയിരിക്കും തോന്നുന്നുണ്ടോ നിങ്ങക്ക്? എന്നെ പിടിക്കരുത്, എന്റെ അമ്മാവനെ വിടാൻ.
ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു മിസ്റ്റർ ശേഖർ. പാലക്കാട്ടുകാരൻ ഒരു രാഘവനെയാണ് സംശയം. അമ്മാവനുമായിട്ടുള്ള എന്തോ പൂർവ്വ വൈരാഗ്യം. ആളെ ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ശേഖരൻ ഒന്ന് സ്റ്റേഷൻ വരെ വരണം, ചില ഡീറ്റെയിൽസ് കിട്ടാൻ. ഞാൻ വരട്ടെ. എന്നാ നീലകണ്ഠൻ പറഞ്ഞ പോലെ. നീലകണ്ഠ, ഒന്നും ഇവിടെ അവസാനിച്ചു എന്ന് കരുതണ്ട. തുടങ്ങണേ ഉള്ളൂ. എനിക്കും ഒരു ദിവസമുണ്ട്. ബാക്കി നമുക്ക് അന്ന് പറയാം. അതിനി അധികം വൈകില്ല. ഓർമ്മ വെച്ചോ. അതാണ് വീട്. വലിയ ഉപകാരം. ആരാ മോളേത്? അറിയില്ല, ഇങ്ങോട്ട് തന്നെയാ. പണിക്കർ സാറ്. ആരാര്? അച്ഛാ, വലിയ പ്രസിദ്ധനായ ഡാൻസറാ, ഡൽഹിയിലുള്ള. ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്റെ ഈശ്വര. ഭാനുമതി എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല. പണിക്കർ സാറാണെന്ന് കണ്ടപ്പോഴേ ഞാൻ ഇവളോട്, അല്ല ഇവൾ എന്നോട് പറഞ്ഞു വരിക. ഇതൊന്നും എടുത്തോളൂട്ടെ. കലാമണ്ഡലം വരെ വരേണ്ട കാര്യമുണ്ടായിരുന്നു. വൈകുന്നേരം കൊച്ചിയിൽ എത്തണ്ട. അപ്പോ ഞാൻ ഇത്തിരി ധൃതി കാണിച്ചാ തെറ്റിദ്ധരിക്കരുത്. ഞാൻ വന്നത് ഭാനുമതിയെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടാ. ഷൺമുഖം പിള്ള ഗുരു അടുത്ത സ്നേഹിതനാ. ഞാൻ ഡൽഹിയിൽ ഒരു വിദ്യാലയം തുടങ്ങാൻ പോകുന്നു. അമേരിക്കയില് ഫോർട്ട് ഫൗണ്ടേഷന്റെ ഗ്രാൻഡിലാ. ഭാനുമതിയെ ഞാൻ അങ്ങോട്ട് ക്ഷണിക്കുന്നു. അവിടെ ക്ലാസ് എടുക്കാം. പിന്നെ ഒരു വഴിക്ക് പഠിത്തവും മുന്നോട്ട് കൊണ്ടുപോവാ. പിന്നെ പ്രോഗ്രാംസും. എന്താ എന്താ മോളെ, പണിക്കർ സാർ വലിയൊരു കാര്യമല്ലേ പറഞ്ഞിരിക്കുന്നത്? ഞാൻ ഇതുപോലുള്ള ടാലൻസിനെയാണ് അവിടെ ഒരുമിച്ച് ചേർക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതിൽ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്, വെറുതെ അധ്യാപികയായിട്ടല്ല, സ്വന്തം കഴിവുകൾ വികസിപ്പിക്കാനും പ്രദർശിപ്പിക്കാനുള്ള സൗകര്യം ഭാനുമതിക്ക് അവിടെ ഉണ്ടാവും. ഞാൻ ഇറങ്ങാണ്. ബന്ധപ്പെടാം. ചായ കുടിക്കാൻ ചായയോ ഇളനീരോ? ഒന്നും വേണ്ട. ഭാഗ്യം ചെയ്ത അച്ഛനാ. മോളുടെ കഴിവുകൾ ലോകം കാണാനിരിക്കുന്നതേ ഉള്ളൂ. വരട്ടെ.